നമസ്കാരം. ടെക് ആൻഡ് ട്രെൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനെ ഒരു വൈറ്റ് ബോർഡ് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ പെന്നിന് പകരമായി എങ്ങനെ ഉപയോഗപ്പെടുത്താം. നമ്മുടെ ലാപ്ടോപ്പിലേക്കോ പി സിയിലേക്കോ എങ്ങനെയാണ് അതിനെ കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒരു വൈറ്റ് ബോർഡിന് പകരം നമ്മുടെ മൊബൈൽ സ്ക്രീൻ യൂസ് ചെയ്ത് നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് ഇൻപുട്സ് എങ്ങനെ ഒരു ലാപ്ടോപ്പിലേക്കോ പി സിയിലേക്കോ കാസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈലിനെ തന്നെ ഒരു ഡിജിറ്റൽ പെൻ അല്ലെങ്കിൽ ഡിജിറ്റൽ ഡ്രോയിങ് ടാബ്ലറ്റായി എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. കൂടാതെ ടെക് ആൻഡ് ട്രെൻഡ്സ് വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ മൊബൈൽ സ്ക്രീനിനെ ഒരു ഡിജിറ്റൽ റൈറ്റിംഗ് പെൻ അല്ലെങ്കിൽ വൈറ്റ് ബോർഡായി യൂസ് ചെയ്യുന്നതിന് ആദ്യം നമുക്ക് മൊബൈൽ സ്ക്രീനിനെ ലാപ്ടോപ്പിലേക്ക് അല്ലെങ്കിൽ പി സിയിലേക്ക് കാസ്റ്റ് ചെയ്യണം. അതിനായി ഒരു മിറർ ആപ്പ് അല്ലെങ്കിൽ ഒരു കാസ്റ്റിംഗ് ആപ്പ് യൂസ് ചെയ്യണം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മിറർ ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ആ ലിങ്ക് കോപ്പി ചെയ്ത് നിങ്ങളുടെ ബ്രൗസറിൽ പേസ്റ്റ് ചെയ്തും നിങ്ങൾക്ക് ആ ലിങ്കിലേക്ക് എത്താം. ഒരു ഗൂഗിൾ ഡ്രൈവ് ലിങ്കാണ് നൽകുന്നത്. അവിടെ ഒരു ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ വളരെ ഈസിയായി നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്ന ഫോൾഡർ വെറുതെ നിങ്ങൾ ഡെസ്ക്ടോപ്പിലോ ഏതെങ്കിലും ഒരു ഡ്രൈവിലോ കോപ്പി ചെയ്താൽ മതിയാവും. അപ്പോൾ ഡൗൺലോഡ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അത് ഡൗൺലോഡ് ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അവിടെ നിന്നും അപ്പോൾ ഒരു കംപ്രസ്ഡ് ഫയൽ ആയിരിക്കും. അത് കോപ്പി ചെയ്യുക. ഡെസ്ക്ടോപ്പിൽ നിങ്ങൾ എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം അത് എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മിറർ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ലഭിക്കും. ഇത്രയുമാണ് മിറർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത്. അതിപ്പോൾ ഒരു മിറർ എന്ന് പറഞ്ഞ ഫോൾഡർ കിട്ടിയിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുക. അതിൽ മിറർ എന്ന് പറഞ്ഞൊരു വിൻഡോസ് ബാച്ച് ഫയൽ ഉണ്ടാവും. അതാണ് നമുക്ക് റൺ ചെയ്യേണ്ടത്. ഈ ബാച്ച് ഫയൽ റൺ ചെയ്യുന്നതിന് മുമ്പായി നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൽ കുറച്ച് സെറ്റിംഗ്സ് ചെയ്യാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാം. മൊബൈൽ ഫോണിൽ നമ്മൾ ആദ്യമേ USB ഡീബഗിംഗ് എനേബിൾ ചെയ്യണം. അതിനായി സെറ്റിംഗ്സ് ആപ്പ് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ ഡ്രോപ്പ് മെനുവിൽ നിന്നും മുകളിലെ ഗിയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സെറ്റിംഗ്സിൽ എത്താം. അവിടെ എബൌട്ട് ഫോൺ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് റെഡ്മി ഡിവൈസ് ആണ്. അതുകൊണ്ട് MUI വേർഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അല്ലാത്ത ഫോണാണെങ്കിൽ ബിൽഡ് നമ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതിൽ 5 to 6 ടൈംസ് ടാപ്പ് ചെയ്യുക, കണ്ടിന്യൂസ് ടാപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ള ഒരു മോഡ് എനേബിൾ ആയി കിട്ടും. ഇപ്പോൾ കാണാം യു ആർ നൗ എ ഡെവലപ്പർ എന്നുള്ള ഒരു ഓപ്ഷൻ വന്നു. ഡെവലപ്പർ മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നും USB ഡീബഗിംഗ് എനേബിൾ ചെയ്യണം. അതിനായി റെഡ്മി ഡിവൈസ് ആണെങ്കിൽ അതിൽ അഡീഷണൽ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ താഴെ നോക്കിയാൽ കാണാം ഇപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ ഇപ്പോൾ അവിടെ എനേബിൾ ആയിട്ടുണ്ട്. പ്രീവിയസ്ലി അത് ഉണ്ടാവില്ല. നിങ്ങൾ ആ MUI വേർഷനിൽ 5 to 6 ടൈം ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ ഈ വേർഷൻ എനേബിൾ ആകുള്ളൂ. അതിനുശേഷം ഡെവലപ്പർ ഓപ്ഷൻസ് ഡിസേബിൾ ആണെങ്കിൽ അത് എനേബിൾ ചെയ്യും. ഓക്കെ. അതിനുശേഷം കുറച്ച് താഴെ ഒരു ഓപ്ഷൻ ഉണ്ടാകും USB ഡീബഗിംഗ്. USB ഡീബഗിംഗ് എന്നുള്ള ഓപ്ഷനും നിങ്ങൾ ഓൺ ചെയ്യുക. ഈ രണ്ട് ഓപ്ഷനും ഓൺ ചെയ്തിട്ടാൽ മാത്രമേ നമ്മുടെ ഈ മിറർ ആപ്പ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ. ഇനി നിങ്ങൾ റെഡ്മി ഫോൺ അല്ല യൂസ് ചെയ്യുന്നത്, USB ഡീബഗിംഗ് ഓപ്ഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ സെറ്റിംഗ്സിലെ സെർച്ച് ബാറിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതിയാവും. ഡെവലപ്പർ ഓപ്ഷൻസ് സെർച്ച് ചെയ്താൽ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ എന്നിട്ട് ആ ഡെവലപ്പർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ USB ഡീബഗിംഗ് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ടാവും. ഡെവലപ്പർ ഓപ്ഷനും ഓൺ ചെയ്യുക. ഇത്രയുമാണ് നമ്മൾ ഫോണിൽ സെറ്റിംഗ്സ് ചെയ്യേണ്ടത്. ഇനി നമുക്കെങ്ങനെ നമ്മുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും തമ്മിൽ കണക്ട് ചെയ്യുന്നത് നോക്കാം. അതിനായി USB ഡീബഗിംഗ് എനേബിൾ ചെയ്തിട്ടുള്ള നമ്മുടെ മൊബൈൽ എടുക്കുക. അത് നമ്മുടെ USB കേബിൾ വഴി ഫോണും ലാപ്ടോപ്പും നമുക്ക് കണക്ട് ചെയ്യുന്നത് USB കേബിൾ യൂസ് ചെയ്യാം. കേബിൾ യൂസ് ചെയ്ത് ഫോണും നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ PC യും തമ്മിൽ കണക്ട് ചെയ്യാം. USB ലാപ്ടോപ്പിലേക്ക് പ്ലഗ് ഇൻ ചെയ്യുക. അതിൻ്റെ
ഫോണിൽ കണക്ട് ചെയ്യുന്നതിൻ്റെ ഫോണിലേക്കും കണക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന മിറർ ആപ്പിൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിൽ വിൻഡോസ് ബാച്ച് ഫയൽ, മിറർ എന്ന് പറഞ്ഞാൽ വിൻഡോസ് ബാച്ച് ഫയൽ 1 KB സൈസുള്ള ഫയലാണ്. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ മൊബൈലിൻ്റെ സ്ക്രീൻ നമ്മുടെ ലാപ്ടോപ്പിലേക്ക് അല്ലെങ്കിൽ PC-യിലേക്ക് മിറർ ചെയ്ത് വന്നിരിക്കുന്നത് കാണാം. മൊബൈലിൽ നമ്മൾ എന്ത് ആക്ഷൻ ചെയ്താലും അത് നമുക്ക് ലാഗ് ഒന്നും കൂടാതെ തന്നെ നമ്മുടെ വലിയ PC-യുടെ സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിനെ ഒരു വൈറ്റ് ബോർഡ് അല്ലെങ്കിൽ ഡ്രോയിങ് പാഡ് ആക്കി മാറ്റുന്നതിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ കൂടി ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. പല വ്യത്യസ്തമായ ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അതിൽ നിന്ന് നമുക്ക് വളരെ യൂസ്ഫുൾ ആയ ഒരു ആപ്ലിക്കേഷനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. പ്ലേ സ്റ്റോറിൽ നിങ്ങൾ സൈറ്റ് ബോർഡ് ZITBOARD സൈറ്റ് ബോർഡ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യുക. നമുക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ മൊബൈലിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. സൈറ്റ് ബോർഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം സൈറ്റ് ബോർഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വിൻഡോ കിട്ടും. ഒരു പ്ലെയിൻ വൈറ്റ് ബോർഡ് ആയിട്ടുള്ള ഒരു വിൻഡോ. അതിൽ നമുക്ക് പെന്നിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും, പെൻ കളർ ചേഞ്ച് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ടാവും, സർക്കിൾ, സ്ക്വയർ, റെക്ടാങ്കുലർ എന്നിവയൊക്കെ വരയ്ക്കുന്ന ലൈൻസ് തുടങ്ങിയൊക്കെ വരയ്ക്കുന്നതിനുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്കുണ്ടാവും. ഇതിൽ നമുക്ക് നമ്മുടെ മൊബൈൽ സ്ക്രീനിന് മുകളിൽ നമുക്ക് ഫിംഗർ യൂസ് ചെയ്തോ അല്ലെങ്കിൽ കൂടുതൽ ബെറ്റർ ഒരു കപ്പാസിറ്റീവ് ടച്ച് സ്ക്രീനിൽ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റൈലസ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് നമുക്ക് റൈറ്റിങ്ങിനോ അല്ലെങ്കിൽ എഴുതാൻ സാധിക്കും. നമുക്ക് അത് യൂസ് ചെയ്ത് നമുക്ക് സ്റ്റുഡൻസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എന്ത് കാര്യങ്ങളും നമുക്ക് നമ്മുടെ മൊബൈൽ സ്ക്രീനിൽ എഴുതി അത് ലാപ്ടോപ്പ് സ്ക്രീനിലേക്ക് ഇതൊരു ലാർജ് സൈസിൽ മിറർ ചെയ്ത് കാണിക്കാൻ സാധിക്കും. ഗൂഗിൾ മീറ്റ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ സൂം ആപ്പ് യൂസ് ചെയ്ത് ക്ലാസ് എടുക്കുന്നതിനിടയിൽ നമുക്ക് എന്തെങ്കിലും ഹാൻഡ് റൈറ്റിംഗ് ആയിട്ട് ഇൻപുട്ട് എഴുതി നമുക്ക് സ്റ്റുഡൻസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു വൈറ്റ് ബോർഡ്, ഒരു ഡിജിറ്റൽ റൈറ്റിംഗ് പെൻ എക്സ്ട്രാ പർച്ചേസ് ചെയ്യാതെ നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഒരു ഹാൻഡ് റൈറ്റിംഗ് ഇൻപുട്ട് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ലാപ്ടോപ്പിലേക്ക് നൽകാൻ ഇതുവഴി സാധിക്കും. ഇനി സൈറ്റ് ബോർഡ് ആപ്ലിക്കേഷൻ്റെ ഒരു നല്ല ഫീച്ചർ കാണാം. നമുക്ക് സൈറ്റ് ബോർഡിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വൈറ്റ് ബോർഡിലേക്ക് നമുക്ക് ഫിഗേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും പിക്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് നമുക്ക് അതിലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് വരച്ച് നമുക്ക് കൺവേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷനിൽ ഇൻസേർട്ട് ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിലേക്ക് നമുക്ക് ആവശ്യമായ ഫിഗർ അല്ലെങ്കിൽ PDF ഫയൽസ് ആണെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ കിട്ടുന്ന ഇമേജ് നമ്മുടെ വൈറ്റ് ബോർഡിലായിരിക്കും പ്ലേസ്ഡ് ആവുക. ആ വൈറ്റ് ബോർഡിൽ നമുക്ക് നമ്മുടെ ഡ്രോയിങ് പെൻ യൂസ് ചെയ്ത് മാർക്ക് ചെയ്ത് ആ ഫിഗറിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ, ഒരു സർക്യൂട്ട് ആണെങ്കിൽ അതിലെ കമ്പോണൻസ് അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ പാരാമീറ്റേഴ്സ് ഒക്കെ നമുക്ക് മാർക്ക് ചെയ്യണം. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് മാർക്ക് ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് ആ ഫിഗർ നമ്മുടെ വൈറ്റ് ബോർഡിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം അതിൽ തന്നെ നമുക്ക് മാർക്ക് ചെയ്യാനും അത് സൂം ഇൻ സൂം ഔട്ട് ചെയ്യാനും നമ്മുടെ വർക്ക്ഷീറ്റ് തന്നെ നമുക്ക് സൂം ചെയ്യാനും ഡ്രാഗ് ചെയ്യാനുമുള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. സൈറ്റ് ബോർഡ് ആപ്ലിക്കേഷൻ്റെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണിത്. ഇതുപോലെ നിരവധി വൈറ്റ് ബോർഡ് ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അതിൽ ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് ഈ ഒരു കാര്യത്തിനായിട്ട് യൂസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.